ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ സം ബേസിക് കൺസെപ്റ്റിലുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഞാൻ ആ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഹൗ മെനി മോൾസ് ഓഫ് മീതെയിൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 gram കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ. അതായത് മീതെയിൻ CH4 കത്തുകയാണ്. ഓക്സിജന്റെ പ്രസൻസിൽ അല്ലടാ കമ്പഷൻ നടക്കാം. അപ്പോൾ ആ ഒരു CH4 എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അത് കത്തി കഴിഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും മറ്റൊന്ന് വാട്ടറും, അല്ലേ? അപ്പോൾ ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 22 gram കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര മീതെയിൻ CH4 എടുക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എടാ നമ്മുടെ കയ്യിലുള്ളത് മീതെയിനാണ്. ആ മീതെയിൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രസൻസിൽ കത്തുമ്പോൾ അവിടെ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണെടാ, മറ്റൊന്ന് വാട്ടറാണ്. റെഡി? അപ്പോൾ ഇതിൽ നമ്മൾ ഈ റിയാക്ഷൻ ബാലൻസ് ആക്കണം. ഇവിടെ നോക്കുമ്പോൾ ഒരു കാർബൺ, ഇവിടെയും ഒരു കാർബൺ തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അവിടെയും എത്ര ഹൈഡ്രജൻ വേണടാ? പ്രൊഡക്റ്റ് സൈഡിലും 4 എണ്ണം വേണം. സോ ഞാൻ ബാലൻസ് ആക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ 4 ഓക്സിജനായി. അപ്പോൾ ഇവിടെ 2 O2. അപ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഇത് ബാലൻസ്ഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും ഇൻ ടേംസ് ഓഫ് മോള് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം 1 മോൾ CH4 2 മോള് ഓക്സിജനുമായിട്ട് കമ്പഷൻ നടക്കുമ്പോൾ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോള് വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ മോളിനെ ഗ്രാമക്ക് മാറ്റാണ്. നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ 1 gram മോളിക്കുലാർ മാസാണ്. ഇവിടെ എടുക്കുന്നതൊക്കെ മോളിക്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് എന്ത് പറയണം? ഇയാളെ മോളിക്കുലാർ മാസ് നോക്കടാ, 16 gram ആണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പറയാം 16 gram CH4 റിയാക്ട് വിത്ത് ഓക്സിജൻ 32 അങ്ങനത്തെ 2 ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 gram ഓക്സിജൻ ആണ്. ആ 64 gram ഓക്സിജനുമായിട്ട് കമ്പഷൻ നടക്കുമ്പോൾ നമുക്കിതാ ഇവിടെ നിന്നും 44 gram കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അതിൻ്റെ കൂടെ H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 gram ആണ്. 2 18 36 gram H2O നമുക്ക് കിട്ടൂലേ? കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് എത്ര മോൾ മീതെയിൻ വേണമെന്നാണ്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് ഗ്രാമിലാണ്. അപ്പം ഞാൻ ഇവിടെ മീതെയിനിൻ്റെ നമ്പർ ഓഫ് മോൾസും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാമുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അവസാനം കിട്ടിയതിൽ എൻ്റെ കയ്യിലുള്ളത് 16 gram CH4 44 gram കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതുന്നു. 16 gram CH4 44 gram കാർബൺ ഡൈ ഓക്സൈഡ് തരുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാടാ? നോക്കിക്കേ, ഈ 16 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ അല്ലേ? അപ്പോൾ 1 മോൾ CH4 എന്ന് പറയുന്നതാണ് 44 gram കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് തരാം. അപ്പോൾ തിരിച്ചെനിക്ക് എന്തെന്ന് പറയാം? 44 gram കാർബൺ ഡൈ ഓക്സൈഡ് എനിക്ക് കിട്ടുന്നത് 1 മോള് CH4 എടുക്കുമ്പോഴാണ്. ആണോ? ആണ്. ഇനി നിങ്ങളോട് എൻ്റെ ചോദ്യം, 44 gram കാർബൺ ഡൈ ഓക്സൈഡ് 1 മോൾ CH4 എന്നാണ് കിട്ടുന്നത് എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എടാ 1 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ 1 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര മോൾ CH4 എടുക്കേണ്ടി വരും? യെസ്, 1/44 മോള് CH4 എടുക്കേണ്ടി വരും. വേണ്ടേ? അതായത് നമ്മളടുത്തുള്ള ഗ്രാം ഓഫ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 gram കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം 1/44 × 22 മോൾസ് ഓഫ് CH4. അതായത് ഇവിടെ എത്ര മതിയടാ? 0.5 മോള് CH4 മതി. റെഡി? 0.5 മോൾ ആരാണ്? CH4 ആണ്. കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് കാൽക്കുലേഷൻസ് ചെയ്യുക? സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ചെയ്യുക. അപ്പോൾ ഈ 0.5 മോൾ CH4 എന്ന് പറയുന്നത് ഏകദേശം എത്ര വരടാ? 0.5 മോൾ CH4 എന്ന് പറയുന്നത് 1 മോൾ CH4 16 gram ആണ് എങ്കിൽ 0.5 മോൾ CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഉണ്ടാവുമെന്നറിയോ? 8 gram CH4 ആയിരിക്കും.
അപ്പോൾ ഹൗ മെനി മോൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാ 5 മോള് CH4 എന്ന് പറയുന്നതാ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്? റെഡി? അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ മക്കളെ, ഇതിലുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജൻ്റാണ്. എടാ നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു, വാട്ടറും ഫോം ചെയ്തു. എപ്പോഴാണ് ഫോം ചെയ്തത്? മീഥെയ്ൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ആ റിയാക്ഷനിൽ 2 റിയാക്ടൻ്റ് ഉണ്ട്, മീഥെയ്നും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പോൾ അതിൽ ചില റിയാക്ഷൻസിൽ ആദ്യം ഒരു റിയാക്ടൻ്റ് തീർന്നു അല്ലേ? അങ്ങനെ ആദ്യം ഒരു റിയാക്ഷനിൽ ആരാണോ തീരുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. എടാ ദ റിയാക്ടൻ്റ് വിച്ച് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ, അയാളെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് ഒരു റിയാക്ഷനെ കൺട്രോൾ ചെയ്യുക. ലിമിറ്റിംഗ് റിയേജൻറ്റ് കൺട്രോൾഡ് എ റിയാക്ഷൻ. അതായത് അയാൾ ആദ്യം തീർന്നു, അപ്പോൾ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. ഡൗട്ട് ഉണ്ടോ? റെഡി? അപ്പോൾ ഇവിടെ നോക്ക്, ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നു. N2 + 3H2 gives 2NH3. റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ എനിക്ക് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ പ്രകാരം പറയാം, 1 മോൾ N2 3 മോള് H2വുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 മോള് NH3 അവിടെ ഫോം ചെയ്യും. അതായത് 1 മോൾ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 28 ഗ്രാം നൈട്രജനാണ് അല്ലേ? 3 മോൾ H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 ഗ്രാം ഹൈഡ്രജനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കിട്ടുന്നത് 34 ഗ്രാം NH3 ആയിരിക്കും അല്ലേ? ജസ്റ്റ് ഞാൻ മോളിനെ ഗ്രാമിലേക്ക് മാറ്റിയതാണ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, എല്ലാവരും 2 റിയാക്ടൻസ് ഒരേ സമയത്താണ് തീരുക. ഇനി ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് 20 ഗ്രാം നൈട്രജൻ 6 ഗ്രാം ഹൈഡ്രജൻ അത് രണ്ടും റിയാക്റ്റൻ്റ് ആയിട്ട് തന്നു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? NH3 പ്രൊഡ്യൂസ് ചെയ്യണം. റെഡി? അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങൾ നോക്കടാ, നമുക്ക് 6 ഗ്രാം ഹൈഡ്രജൻ തന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് എത്ര വേണ്ടിയിരുന്നു? 28 ഗ്രാം വേണ്ടിയിരുന്നു. പക്ഷേ ഇവിടെ എത്ര ഗ്രാമേ ഉള്ളൂടാ? 20 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ആരാ ആദ്യം തീരുക? നൈട്രജൻ ആണ് ആദ്യം തീരുക. സോ ഈ റിയാക്ഷനിലെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ നൈട്രജൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ബാക്കി കിടക്കുന്നത് ആരാ? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഒരു റിയാക്ഷനിൽ എക്സസ് കിടക്കുന്നത് ആരാണോ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണടാ എക്സസ് റിയേജൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ ആ ലിമിറ്റിംഗ് റിയേജൻറ്റിനനുസരിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. ലിമിറ്റിംഗ് റിയേജൻറ്റ് എത്ര എമൗണ്ട് ആണോ ഉള്ളത് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. നോക്കിക്കോ, ക്വസ്റ്റ്യൻ ഇതാണ്. when 3 mole of N2 react with 12 mole of H2 to produce NH3 അല്ലേ? എന്നിട്ട് നമ്മളോട് ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്, വിച്ച് വൺ ഈസ് എക്സസ് റിയേജൻറ്റ്, ഹൗ മച്ച് NH3 വിൽ ബി ഫോംഡ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യം, ഫ്രം ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള കാര്യം, നമ്മളെടുത്ത് ആരാളുള്ളത്? N2 അല്ലേ? 3 മോള് N2 റിയാക്ട് ചെയ്യുന്നു. എത്ര മോള് ഹൈഡ്രജനായിട്ട്? 12 മോള് H2 അല്ലേ? എന്നിട്ട് ആരാ പ്രൊഡ്യൂസ് ചെയ്യണത്? NH3 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എത്രയാണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല, ഞാനത് എക്സ് എന്നെടുക്കും. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, വി നോ ദാറ്റ്. എന്താ നമുക്കറിയുന്ന കാര്യം? ബേസിക് റിയാക്ഷൻ നമുക്കറിയാം. എന്താടാ ബേസിക് റിയാക്ഷൻ പറഞ്ഞേ? യെസ്, N2 + 3H2 gives 2NH3 അല്ലേ? അപ്പോൾ ഇവിടുന്ന് നമുക്കറിയാം 1 മോൾ N2 റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ 3 മോൾ H2 വേണം. അപ്പോൾ നമുക്ക് എത്ര മോൾ NH3 കിട്ടൂടാ? 2 മോൾ NH3 നമുക്ക് അവിടെ നിന്ന് കിട്ടൂലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, 1 മോള് 3 മോളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റും 1 മോൾ N2 എന്ന് പറയുന്നത് റിയാക്ട് വിത്ത് 3 മോള് H2.
അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് 3 മോളുള്ളത്. അപ്പം ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുകയാണേ. സോ 3 മോൾ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി 3 × 3 9 മോൾ ഹൈഡ്രജൻ മതി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കടാ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 12 മോൾ ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടി 12 മോൾ H2 ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര മതിയാടാ? 9 മോൾ മതി. അപ്പോൾ ആര് ആദ്യം തീരും? നൈട്രജൻ ആദ്യം തീരും. കാരണം 9 മോൾ മതി നമുക്ക്, ബാക്കി 3 മോള് H2 അവിടെ ബാക്കിയാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലായടാ? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തീരുന്ന ആളാണ്, അത് നൈട്രജൻ ആണ്. റെഡി? ബാക്കി കിടക്കുന്ന ആളാണ് ആര്? എക്സസ് റിയേജന്റ്. സോ അത് മനസ്സിലായി, ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഹൗ മച്ച് NH3 വിൽ ബി ഫോംഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉള്ള ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള നൈട്രജനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 3 മോൾ നൈട്രജൻ ആണ് 12 മോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് X മോൾ NH3 ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നൈട്രജൻ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള നൈട്രജൻ എന്ന് പറയുന്നത് എത്ര മോൾ ഉണ്ട് മക്കളെ? 3 മോൾ ഉണ്ട് അല്ലേ. ബേസിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എഴുതി തന്നു, N2 + 3H2 gives 2NH3 അല്ലടാ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എന്ത് എഴുതാൻ പറ്റൂടാ? 1 മോൾ നൈട്രജൻ എത്ര തരും എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റും 1 മോൾ N2 എന്ന് പറയുന്നതടാ 2 മോള് NH3 പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 1 മോൾ N2 എന്ന് പറയുന്നത് 2 മോൾ NH3 തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻ്റെ കയ്യിലുള്ള N2ൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോൾ N2 ആണ്. അത് 2 × 3 മോൾ ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 3 മോൾ N2 gives 6 മോൾ ഓഫ് NH3. റെഡി? ഇനി ഇൻ ടേംസ് ഓഫ് ഗ്രാം ആണെങ്കിലോ, 1 മോൾ NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 17 ഗ്രാം ആണ് അല്ലേ. ഇനി 6 മോൾ NH3 എന്ന് പറയുന്ന സമയത്ത് എത്ര ഉണ്ടാവൂടാ? 6 മോൾ NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 × 6 ഗ്രാം NH3 അല്ലേ. അപ്പോൾ അത് എത്ര വരിക? 16 60 6 42 102 ഗ്രാം NH3 ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. റെഡി? അപ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രജനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ എക്സസ് റിയേജന്റ് ആണ്, അതെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് കിട്ടുക. റെഡി? അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണോ അയാളെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് യൂസ് ചെയ്യുക? ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? എങ്ങനെയാണ് അത് വെച്ചിട്ട് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുക? അതിൻ്റെ എമൗണ്ട് ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.